and charm on screen. Let's give her a warm welcome as he joins us on stage. ഇത്രയും ഒരു എനർജി പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് ഒരു അടിപൊളി ക്യാമ്പസ് ആട്ടോ. ഞാനിപ്പോ വന്നേ പറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര എസ്തറ്റിക് ആയ ഒരു ഫീൽ ഉണ്ട് നിങ്ങളുടെ ഈ ക്യാമ്പസിന്. ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് ഞങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സിനിമ റൊമാൻസിന്റെ പ്രൊമോഷനാണ്. വാലന്റൈൻസ് ഡേക്ക് എന്താ പരിപാടി? ഒരു പരിപാടി മതി, എല്ലാവരും വാലന്റൈൻസ് ഡേക്ക് ഞങ്ങളുടെ സിനിമ പോയി കാണാം. February 14th ഞങ്ങളുടെ സിനിമ റിലീസ് ആവുന്നത്. എല്ലാവരും പോയി കാണാം. കണ്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂട്ടിക്കൊണ്ടുപോകാം. കാരണം എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. അപ്പൊ അതന്നെയല്ലേ പരിപാടി. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് us here. താങ്ക് യു. അർജുൻ പ്രശസ്ത ഹാസ്യതാരം ഹരിശ്രീ അശോകന്റെ മകനാണെങ്കിലും തന്റെ സ്വതന്ത്ര ശൈലിയിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് വ്യത്യസ്തമായ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട്. 2017 സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്ത പറവ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചെങ്കിലും വരത്തൻ, ജൂൺ, രോമാഞ്ച് തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ ശ്രദ്ധേയനായി. സുന്ദരമായ സുനടന ശൈലി, മനോഹരമായ കോമഡി ടൈമിംഗ്, സ്വാഭാവിക അഭിനയം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തെ പ്രേക്ഷക പ്രിയനാക്കിയത്. സോ വെൽക്കം. Sarita. Hello? 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 നമസ്കാരം. എന്റെ പൊന്ന്, എന്ത് മച്ചാൻ, എന്ത് പൊളിയാണ് ഇവിടെ. പത്തവരെ രോമാഞ്ചൊക്കെ അടിച്ച് വളരെയധികം സന്തോഷം. റൊമാൻസ് അപ്പോ വാലന്റൈൻസ് ഡേ കപ്പിൾസിനും സിംഗിൾസിനും കൂടെ പോയി കാണാൻ പറ്റുന്ന പടമാണ് റൊമാൻസ്. അപ്പോ ഈ കോളേജിൽ കൂടുതലും പ്രിൻസിപ്പളിന്റെ റൂമിലാണ് ഞാൻ പഠിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നടനാവും ഗസ്റ്റായിട്ട് പോകുമ്പോഴും നേരെ പ്രിൻസിപ്പൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ശരിക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ട് എപ്പോഴും പ്രിൻസിപ്പൽ റൂം. പക്ഷെ കുഴപ്പമില്ല, സാർ ഒരു പാവം സാറായിട്ട് പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ തന്നതുകൊണ്ട് ഹാപ്പിയായി. അപ്പൊ എല്ലാവരും മറക്കണ്ട, എല്ലാവരും നല്ല പടമായിരിക്കും 100% ഉറപ്പാണ്. പോയി തിയേറ്ററിൽ കാണുക. ഹാപ്പി ബർത്ത്ഡേ ഹഫീസ. ഹഫീസേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ നമ്മുടെ ചെയർമാൻ പോണ്ടേ? ചെയർമാൻ്റെ അടുത്ത് പോകാൻ പറയണോ? എടാ എന്താണോ നിനക്ക് ഇത്ര നല്ല ഉള്ളൂ ഇവിടെ. അങ്ങനെ പറയരുത്, അവന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ കളിയാക്കല്ലേ മച്ചാൻ, പാവം. അവനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ പ്ലീസ്. ചെരുപ്പൂരിട്ടിരിക്കുന്നു. നമ്മുടെ ചെയർമാന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് തീപ്പൊരി പെണ്ണി എന്ന പടത്തിൽ. അപ്പൊ വളരെയധികം സന്തോഷം ഇങ്ങനത്തെ കോളേജിൽ വരാനും ഇത്രയും സ്നേഹം കിട്ടാനും. ഭയങ്കര ഓണായിട്ടുണ്ട്. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. അപ്പൊ എല്ലാവരും മറക്കണ്ട, February 14th വാലന്റൈൻസ് ഡേക്ക് വന്ന് കാണുക. നല്ല പടവരിക്ക് എൻജോയ് ചെയ്യും. ഓക്കെ, താങ്ക് യു. Now I welcome the young talent of Malayalam industry, Matthew Thomas. He made his debut in the 2019 film Kumbhalini Nights. His performance received praise and has quickly became one of the rising young stars in the industry. Since then, he has appeared in several notable films including Tannirmattan Dinangal, Joe and Joe, Neymar and Leo. ഹലോ, ഹായ്. അതെ, ഭയങ്കര അടിപൊളി കേട്ടോ ഇവിടെ. സൂപ്പർ നൈസ്. എന്താണ് അപ്പൊ February 14th പടം ഇറങ്ങുന്നുണ്ട്. എല്ലാരും പറയണത് തന്നെയാണുള്ളത്, വേറൊന്നും പറയാനില്ല, അതിനാണല്ലോ വന്നേ. അപ്പോ അല്ലെ 14ാം തീയതി നിങ്ങൾക്ക് വേറെ പരിപാടികൾ ഉണ്ടെങ്കിൽ അന്ന് തന്നെ പോയില്ലേലും കുഴപ്പമില്ല. 15ാം തീയതി ആയാലും പോവാം. അതെ, അപ്പോ പടം കാണാ, പടം കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ. നല്ലൊരു പരിപാടിയാണ്, എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും
കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ എനർജി. ഈ ഒരു എനർജി പടത്തിലും ഉണ്ട്. അപ്പോ അതാണ് അപ്പോ അടിപൊളിയായിട്ട് നടക്കട്ടെ. താങ്ക് യു. Thank you. Ladies and gentlemen, it's time to welcome the multifaceted talent, Shyam Mohan, who has made a mark in Malayalam cinema with his impressive performance. Please put your hands together for the talented actor, Shyam Mohan. Welcome, sir. JK. Just kidding. ഈ പറഞ്ഞ പോലെ ഭയങ്കര അടിപൊളിയാണ്. എസ്തെറ്റിക്കലി നല്ല ഭംഗിയുള്ള കോളേജാണ്. പിന്നെ എൻ്റെ അമ്മയുടെ പേരാണ് ഈ കോളേജിന്. നിർമ്മല എന്നുള്ള എൻ്റെ അമ്മയുടെ പേരാണ്. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായം ഒരുപാട് കുറയുന്നൊരു ഫീലൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എനർജി ഉണ്ടാവും. പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കും എനർജി ഡൗൺ ആയി പോകും. പക്ഷെ ഇന്നിപ്പോ ഫസ്റ്റ് ഞങ്ങൾ വരുന്നത് ഈ കോളേജിലേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് കിട്ടിയ എനർജി ഇനി എവിടെ പോയാലും ഉണ്ടാവും. അത്രയ്ക്ക് എനർജി. അപ്പോ മാത്യു പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വീണ്ടും ഈ പയ്യൻ പോയി കാണണം, ഉറപ്പായിട്ടും കാണണം. നല്ല ഈ പറഞ്ഞ ഇത്രയും എനർജി, ഇതിന്റെ അപ്പുറം എനർജി. ഇപ്പൊ നിങ്ങൾ ട്രെയിലറിൽ കണ്ടപ്പോ തന്നെ മാത്യു ഒക്കെ പറയുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെ അത്രയ്ക്ക് എനർജി ഉള്ള ഒരു ഫിലിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണുക. സോഷ്യൽ മീഡിയ വഴി ഞങ്ങളൊക്കെ മെസ്സേജ് അയച്ച് പറയുക പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും പറയുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you. Sangeet Pradhan, Akka Amal Doris. മലയാള സിനിമയിലെ തന്റെ കരിയറിൽ ഉയർന്ന പ്രതീക്ഷയുള്ള അഭിനേതാവാണ്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്റെ മികച്ച പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സർ പ്ലീസ്. എന്തോ ഈ എനർജിയിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും തോന്നുന്നുണ്ട്. എത്ര പേരുണ്ടാവും നിങ്ങള്? 3000 ഉള്ളല്ലേ? ഒരു 30,000ന്റെ എഫക്റ്റ് ഉണ്ട് കേട്ടോ. കാരണം എന്റെ നെഞ്ചിങ്ങനെ അവിടെ നിന്ന് നടന്നു വരുമ്പോ തുടങ്ങി ഇടിച്ചോണ്ടിരുന്നിട്ട് ഇതുവരെ നിന്നിട്ടില്ല. അത്ര എനർജി. പിന്നെ ഇവന്മാരെയൊക്കെ കണ്ടപ്പോ എയറിൽ നിൽക്കണ പോലെ ഉണ്ട്. അവിടെ താഴെ എന്താ സ്ഥലം കാണാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാനും മഹിമയും കൂടി പറയായിരുന്നു, ഇവന്മാരെ എയറില് ജനലിൽ തൂങ്ങിക്കിടക്കണ പോലെ. കൊള്ളാം. എടാ പൊന്നെ ഉമ്മ. അല്ലേ നിങ്ങൾക്ക് തരില്ല ഉമ്മ. അടിപൊളി വൈബാണ്. അപ്പോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ മാത്യു പറഞ്ഞപ്പോൾ ഉള്ള കുറെ റെസ്പോൺസിൽ നിന്ന് മനസ്സിലായി 14-ാം തീയതി വലിയ പരിപാടികളൊന്നുമില്ല, കൂടുതലും സിംഗിൾസ് ആണെന്ന് തോന്നുന്നു. അപ്പോ ഉറപ്പായിട്ടും റൊമാൻസ് 14-ാം തീയതി തന്നെ കണ്ടോ? 15-ാം തീയതി ഒന്നും കൂടി കണ്ടോ? കണ്ണട വയ്ക്കാം. ആരോ പറഞ്ഞു കണ്ണട വയ്ക്കാൻ. അതുകൊണ്ട് രസമുണ്ടാ? എനിക്ക് സത്യം പറയല്ലേ കണ്ണടയൊക്കെ വെക്കാൻ ഭയങ്കര മടിയാ. വെച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇല്ലടാ, ഭയങ്കര ഇൻസെക്യൂരിറ്റിയാ. കണ്ണടയൊക്കെ വെച്ച് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോന്നൊരു ഡൗട്ട്. അപ്പൊ എല്ലാരും പടം കാണുക. 14-ാം തീയതി തന്നെ കാണുക. അടിച്ചു പൊളിച്ച് വീണ്ടും കാണുക. ഓക്കെ, ലവ് യുടാ മക്കളെ. അടുത്തതായി ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഈ റോസാപ്പ് റിയാൻ മാത്യു പറഞ്ഞു. ആഗ്രഹിച്ച പോലെ പെൺകുട്ടിക്ക് തന്നെ കിട്ടി. അടുത്തതായി ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ മലയാളം മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അംബരീഷ് PS-നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എടാ എന്താ പറഞ്ഞ കേട്ടില്ല? എടാ കളിക്കാം, ഡാൻസ് കളിക്കാം. എനിക്ക് ടൈം ഉണ്ടല്ലോ, നമുക്ക് ഉറപ്പായിട്ട് കളിക്കാം. എടാ എന്റെ കമന്റ്സിൽ നോർമലി വരുന്നത് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബൂസ്റ്റ്, ആ ഒരു മാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മള് പൊതുവെ ചെറുതായിട്ടൊന്ന് അഹങ്കരിച്ചിട്ടുണ്ടോ, നമ്മുടെ എനർജി കൊള്ളാലട കിഷോറെ എന്നെ അനിയനോട് ഞാൻ പറയാറുണ്ട്. പക്ഷെ അതൊന്നല്ല
എനിക്ക് ഇവിടെ വന്നിട്ടില്ലേ ആ സ്റ്റെപ്പ് കയറുമ്പോ നമ്മുടെ ഉള്ളംകാലിന് വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഒരു നിങ്ങളുടെ ഒപ്പം അവിടെ ഇറങ്ങാനുള്ള വൈബ്രേഷൻ ഇല്ലേ, അതെനിക്ക് ഇവർക്കൊക്കെ മറ്റേ അതിർവരമ്പുകളുണ്ട്. എനിക്ക് സാധനമൊന്നുമില്ല, ഞാൻ വേണം അങ്ങോട്ട് ഇറങ്ങി വരാം. അപ്പൊ എനിക്ക് നിങ്ങളെല്ലാരും ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ പ്രിൻസിപ്പാളിന്റെയും ഇത്ര ടീച്ചേഴ്സിന്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവരെയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇത്ര എനർജി ആയിട്ടുള്ള നിങ്ങളെ നോക്കുന്ന ഇവർക്ക് കൊടുക്കണം ഒരു അവാർഡ് അല്ലേ. അപ്പോ എല്ലാവർക്കും നന്ദി. പടം ഫെബ്രുവരി 14 തന്നെ പോയി കാണുക. കാരണം ചുവടുവെപ്പാണ്, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു. ഞാനോ റോസാപ്പ് അറിയണോ? സംഗീത കേട്ടോ, ഞാൻ ഉദ്ദേശം വെള്ളി കിട്ടി. ഡാൻസ് നമുക്ക് ഉറപ്പായിട്ടും കളിക്കാം. ഞാൻ ഡാൻസ് കളിച്ചിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പൊ അടുത്തതായിട്ടൊരു ചെറിയ ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. നമുക്ക് അധിക സമയമില്ല, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പറയാം. ഇന്നലെ പറഞ്ഞതാണ്, സിംഗിൾ ആയിട്ടുള്ള എല്ലാവരും പ്രപ്പോസ് ചെയ്യാൻ പ്ലാനുള്ള പെൺകുട്ടിയുമായിട്ട് റൊമാൻസ് കാണാൻ തിയേറ്ററിൽ പോവുക. തിയേറ്ററിലിരുന്ന് പടം കാണുക. ഇന്റർവെൽ ആകുമ്പോൾ ഒരു പപ്സും ഒരു ലൈം ജ്യൂസോ ഒരു പെപ്സിയോ വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് പടം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ ക്രെഡിറ്റ്സ് ഇങ്ങനെ ഓടി തുടങ്ങുമ്പോൾ അവരോട് പറയാ, ഈ KGF വരുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് പറ്റിച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആളുകളൊക്കെ ഇറങ്ങി പയ്യെ പോയി കഴിയുമ്പോൾ അവരെ പ്രപ്പോസ് ചെയ്യുക. ഓക്കെ ആവും. പ്രത്യേകിച്ച് ബ്രൊമാൻസ് ഞങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ വെച്ച് പറഞ്ഞത് ഇതാണ്. ബ്രൊമാൻസ് കാണുമ്പോൾ കുറേ ചിരിക്കാനുണ്ടാവും, ലാസ്റ്റ് സീൻ വരെ ചിരിക്കാനുണ്ടാവും. ചിരിച്ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ ആൺകുട്ടിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ എസ് പറഞ്ഞു പോകും. അടുത്ത ആർക്കും ക്വസ്റ്റ്യൻ ഒന്നുമില്ലേ? Hi, Na. Hi. How was the experience working in the Leo movie? തമിഴാ? Tamil. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴ് നല്ല മിക്സ് ആയിട്ട് നല്ല എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. വിജയ് സാറിൻ്റെ ഒപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. യെസ്. ഒരേ റിക്വസ്റ്റ്, എൻ്റെ കൂടെ ഒരു ഡയലോഗ് ലിയോ മൂവിയിൽ നിന്ന്. ഡയലോഗൊന്നും ഓർമ്മയില്ല, കുഴപ്പമില്ല. വേറെ ആരും ഇല്ലേ? ഇവിടെ കുറെ പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ റെഡായി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അർജുൻ ചേട്ടന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. നിനക്ക് ഞങ്ങളെക്കാട്ടും കൈയടിയാണല്ലോടാ. പൊളിച്ച് വാ ചോദിക്കട്ടോ. ഇപ്പൊ മമ്മൂട്ടിയായിട്ട് കുറെ സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു, മമ്മൂക്കായിട്ട് പുണ്ടയിലും പ്രമേയത്തിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ 2010 പോക്കിരാജ എന്ന് പറഞ്ഞ സിനിമ FDFs കാണാൻ പോയതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസും ഒരു ഫാൻ ബോയ് മൊമെന്റ് അങ്ങനെ ബ്രേക്കാണ് അദ്ദേഹമൊക്കെ ആയിട്ട് അഭിനയിക്കുമ്പോൾ. ബ്രേക്ക് ആവൂല, അത് എക്സൈറ്റ്മെന്റ് ഉണ്ടാവൂലേ? ഇപ്പോഴുണ്ട്. ഇനിയും ചാൻസ് കിട്ടി ഞാൻ എല്ലാവരും ഇനിയും അഭിനയിക്കും. അത് എടാ ഈ ഇപ്പൊ എങ്ങനെ പറയാ, ഇപ്പൊ ഈ കോളേജ് ഫംഗ്ഷൻ വന്നപ്പോ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കണല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ബാക്കിൽ നിന്ന് കാണുമായിരുന്നു ആൾക്കാർ വരുമ്പോ. അപ്പൊ ആ സ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോ ഓരോ പടങ്ങൾ കഴിയുമ്പോഴും നമ്മൾ പിന്നെയും മെച്ചപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതേപോലെ തന്നെ സിനിമ കാണാൻ പോയ സമയത്ത് എനിക്കറിയില്ല ഞാൻ നടനാവുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ഒരു നടനായി മമ്മൂക്ക എന്നൊരു മഹാനടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ, എക്സ്പീരിയൻസ് ചെയ്തത് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫാൻ ബോയ് മൊമെന്റ് ബ്രേക്ക് ചെയ്യാൻ പാടാല്ലേ? പാടല്ലേ, എനിക്ക് ബ്രേക്ക് ചെയ്യണ്ട. അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, താങ്ക് യു പുലി. ാണ് ചോദിക്കാനുള്ളത്. കാസർഗോഡ് ഭാഷയില് ഒരു 2 ഡയലോഗ് പറയോ ഞങ്ങൾക്ക് വേണ്ടി?
ആക്ച്വലി എന്താണെന്നറിയോ, കാസർഗോഡ് ഭാഷ പറഞ്ഞു പറഞ്ഞ് ഞാനും ചെയ്യും കേട്ട ആൾക്കാർ. ഇന്നലെ തന്നെ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു ഇനി എവിടെയും പോയിട്ട് കാസർഗോഡ് ഭാഷ പറയില്ല, ഞങ്ങൾ വീഡിയോ ഇറക്കില്ല. വന്ന സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. തൽക്കാലം ഞങ്ങളുടെ ഡയറക്ടറും പറഞ്ഞ എൻ്റെ അടുത്ത് കുറച്ച് സമയത്തേക്ക് 2 ലൈനാ പേടിച്ചെന്നെ പറ്റി. എല്ലാരും ജനുവരി 14-ാം തീയതി റൊമാൻസ് കാണാവേ, എല്ലാരും പോയിട്ട് കാണണം തിയേറ്ററിൽ. അയ്യോ അയ്യോ ഫെബ്രുവരി 14 ജനുവരി 14. അടുത്ത ക്വസ്റ്റ്യൻ ആരുമില്ലേ? എടാ നിങ്ങളുടെ എനർജി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കാണണം കേട്ടോ. ഈ പമ്മി ഇങ്ങനെ മാറിക്കണ്ട, ചോദിക്കാനുള്ളല്ലോ. ഇത് ഇങ്ങനെ ഒരു ചാൻസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പാർട്ടി അങ്ങനെ നിർമ്മല കോളേജ് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുക. പാട്ടോ പാടില്ലാന്ന് പറയുന്നത് ഞാൻ അടിപൊളിയായിട്ട് പാടും. ചേച്ചിയുടെ പാട്ട് അതൊക്കെ സൂപ്പർ. ഏത് പാട്ടാ പാടണ്ടേ? ഏത് പാട്ട് പാടണ്ടേ? ഏത് പാട്ട് പാടണ്ടേ? നീലനിലൊക്കെ കൊറേ പാടി ഞാൻ. ഇനി ഞാനത് പാടി എന്നെ ചവിട്ടി പുറത്താക്കും ആൾക്കാര്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. थोड़ी बदमाश हो तुम, थोड़ी नादान हो तुम, थोड़ी. ഈ പാട്ട് വേണ്ട അല്ലേ? കുറച്ച് വൈബായിട്ട് വരട്ടെ. ഓക്കെ. ആ കൈതപ്പൂവേ കണ്ണിക്കൂറുമ്പേ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞോ മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം, കൈതപ്പൂവിൻ കണ്ണിക്കൂറുമ്പേ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. ഓക്കെ, താങ്ക് യു. അർജുന ഇവിടെ രാജ്യത്തിലെ ആ തലയാട്ടം അറിയോ? രോമാഞ്ചം എല്ലാവരുടെ അടുത്തും പോയി കാണിച്ച് ഹഫീസിനെ ചോദിക്കണ്ട മുത്ത. എന്താ മുത്ത? ഓക്കെ, ഞാനൊന്നും ഇല്ലാന്ന് വായോ. എന്താണ് മുത്ത? എന്റെ ബർത്ത്ഡേ ശരിക്കും അടാ, ഇവന്റെ ബർത്ത്ഡേ ആണ്. എന്തിനാണ് എല്ലാരും കൂടി വെറുതെ കളിയാകാൻ? എന്തായാലും ഹാപ്പി ബർത്ത്ഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫെബ്രുവരി 14 മാത്യൂസിന് കമ്മിറ്റഡ് ആവോ? ഞാൻ പറയില്ല. ഇല്ല, ഞാൻ പടത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ റിലീസ് തിയേറ്ററിലുണ്ടാവും അല്ലേ? എന്നാലും ഒരു ചാൻസ്. എന്തിന്? ഫെബ്രുവരി 14 വേണ്ട, കുഴപ്പമില്ല. സിംഗിൾസ്. അപ്പൊ നമുക്ക് ശ്യാമേട്ടന്റെ ഒരു പാട്ട് കേൾക്കാം. ആസിഫ് അലി ഫാൻസ് ഒന്ന് ഹായ് പറയാമോ? ആസിഫിക്കയുടെ ബർത്ത്ഡേ കൂടെ ആണെന്ന്. അപ്പൊ ആസിഫിക്കയുടെ ഒരു അടിപൊളി പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. ഹേമന്തമിൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂ നീ, പൂങ്കാറ്റുപോൽ
നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്ന നിൻവാക്ക് പോലെ അതിലോലം അനുരാഗം തേന്മാരിയ ലാ 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 Thank you so much. Thank you so much. ആ പാട്ട് കേൾക്കാനുള്ള ആവേശമാണ്. അവിടുന്ന് ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചു. Terima kasih.